നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ, ഡോക്ടർ BK's ഫെർട്ടിലിറ്റി ക്ലിനിക്, ചേറ്റുപുഴ, തൃശ്ശൂരിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വീഡിയോ എടുക്കുന്നത്. പൊതുവെ ദമ്പതികൾ നമ്മളെ സമീപിക്കുമ്പോൾ ചോദിക്കുന്നത്, നമ്മൾ പ്രഗ്നൻസിയിൽ എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് എടുക്കേണ്ടത്, ഒരു പ്ലാൻഡ് പ്രഗ്നൻസി എന്തൊക്കെയാണ് വേണ്ടത് എന്നാണ് ചോദ്യം. അതില് പ്രഗ്നൻസി ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറയാം. ഈ കാണുന്ന ഗർഭാത്രമാണ്, ഇത് യോനി, നിങ്ങൾ ബന്ധപ്പെടുന്ന വഴി ഗർഭാന്റെ വായ, ഇത് ഗർഭാന്റെ ഉൾഭാഗം. ഇവിടെയാണ് കുട്ടി ഇരിക്കേണ്ടത്. രണ്ട് സൈഡിലെ ട്യൂബുകൾ, രണ്ട് സൈഡിലെ അണ്ടാശയം. എല്ലാ മാസവും ഒരു സ്ത്രീയുടെ അണ്ടം ഇതിന്ന് പൊട്ടി ഈ ട്യൂബിന്റെ ഉള്ളിൽ വന്ന് ഇവിടെ കാത്തിരിക്കും 24 മണിക്കൂർ. ഈ 24 മണിക്കൂറിൽ ഇവിടെ കാത്തിരിക്കുന്ന സമയത്ത് ബീജം ഇതുവഴി കടന്ന്, നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ശുക്ലം വഴി ബീജം ഇവിടെ വന്ന് ഈ ഗർഭാന്റെ വായ കൂടെ കടന്ന് ഇങ്ങോട്ട് എത്താൻ എടുക്കുന്ന വെറും അരമണിക്കൂറിൽ ഇവിടെ വന്ന ബീജം 3 ദിവസം ജീവനോടിരിക്കും, അണ്ടം 1 ദിവസം ജീവനോടിരിക്കും. അത് ഭ്രൂണമായി മാറി ഭ്രൂണം 3-4 ദിവസം ഈ ട്യൂബിനുള്ളിൽ എടുക്കും പതുക്കനെ നീന്തി ഈ ഗർഭാറിനുള്ളിലേക്ക് എത്താൻ. ഇവിടെ ഏറ്റവും ഗർഭാറിന്റെ മോൾ ഭാഗത്ത്, ഈ പിൻഭാഗത്ത്, ഇവിടെയാണ് ഇംപ്ലാന്റേഷൻ പോയിന്റ് എന്ന് പറയും. ഈ രണ്ട് ട്യൂബ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇംപ്ലാന്റേഷൻ പോയിന്റ് എന്ന് പറയും. അവിടെയാണ് പ്രഗ്നൻസിക്ക് പിടിക്കാൻ ഏറ്റവും സൗകര്യം കൂടുതൽ. അപ്പൊ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, 3 കാര്യങ്ങൾ വേണം നമുക്ക് പ്രഗ്നന്റ് ആവാൻ. ഒന്ന്, ഇവിടെ വരുന്ന ബീജങ്ങൾ പെർഫെക്റ്റ് ആവണം, ഇവിടെ വരുന്ന അണ്ടങ്ങൾ പെർഫെക്റ്റ് ആവണം, ഇത് തമ്മിൽ കണ്ടുമുട്ടേണ്ട വഴിയും ഭ്രൂണത്തിന് ഇരിക്കേണ്ട സ്ഥലവും, ഈ മുഴുവൻ വഴിയും ക്ലിയർ ആയിരിക്കും. അപ്പൊ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ട നമുക്ക് ടെസ്റ്റ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ആണുങ്ങളുടെ ഭാഗത്തേക്ക് പറഞ്ഞാൽ ബീജങ്ങൾ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടുണ്ടാവാം, സെമൻ അനാലിസിസ് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം. ആ സെമൻ റിപ്പോർട്ട് നോർമൽ ആണെങ്കിൽ നമുക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്യണം എന്നില്ല. പക്ഷെ മോശമാണെങ്കിൽ നമുക്കൊരു 4 ആഴ്ച കഴിഞ്ഞിട്ട്, 1 മാസം ഗ്യാപ്പിൽ ഒന്നും കൂടിയും ചെക്ക് ചെയ്യാൻ പോകണം. എന്നുവെച്ചാൽ ആ റിപ്പോർട്ട് എപ്പോഴും ഒരു റിപ്പോർട്ടിനെ മാത്രം വിശ്വസിച്ച് നമുക്ക് മോശമാണെന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഈ സെമൻ റിപ്പോർട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് അത് മതി. സെമൻ റിപ്പോർട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇനിയും ഫർദർ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. അതിനെ പറ്റിയുള്ള വീഡിയോസ് ഇനിയും ഇടുന്നുണ്ടാവും. രണ്ടാമത്തത്, ഈ അറ്റത്തുള്ള അണ്ടം. ഈ അണ്ടം കറക്റ്റ് ആയിട്ട് മാസാമാസം പൊട്ടുന്നുണ്ടോ എന്ന് നമ്മൾ അറിയണമെങ്കിൽ പീരീഡ് നോക്കിയാൽ മതി. 30-35 ദിവസത്തിനുള്ളിൽ നമ്മളുടെ പീരിയഡ്സ് റെഗുലർ ആയിട്ട് ആവുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് റെഗുലർ ആയിട്ട് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അണ്ടം പൊട്ടുണ്ടെന്ന് അർത്ഥം. പൊതുവെ നല്ലൊരു സമയം 19 തൊട്ട് 35 വയസ്സ് വരെയാണ്. പക്ഷെ അതിന്റെ അപ്പുറവും ഇപ്പുറവും പ്രഗ്നൻസി ചാൻസ് ഇത്തിരി കുറയുന്നു മാത്രം, ഇല്ലാതെ ആവുന്നില്ല. പക്ഷെ ഈ പറയുന്ന അണ്ടങ്ങളുടെ സംഖ്യ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതും അറിയാൻ പറ്റും. ഇത് സ്ത്രീകളുടെ ഭാഗത്ത്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആവശ്യമുള്ളത് നോർമൽ ബ്ലഡ് ഷുഗർ. ഈ ഷുഗർ എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യത്തെ അല്ല, പറ്റുമെങ്കിൽ ഫാസ്റ്റിംഗും PPBS ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തിരിക്കാം. ബാക്കിയുള്ള തൈറോയിഡ്, പ്രൊലാക്റ്റിൻ ഹോർമോൺസ് ഒക്കെ അഡീഷണൽ ആണ്, അത് മാത്രം അത്രയും ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നില്ല. എന്നാലും വേറെ പ്രശ്നം ഉണ്ടെങ്കിൽ, നേരത്തെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആ ടെസ്റ്റും കൂടി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇവിടുന്ന് ഇവിടെ വരെയുള്ള വഴി പൊതുവെ ബ്ലോക്ക് ആവാൻ വഴിയില്ല, തന്നെ ബ്ലോക്ക് ആവില്ല. ഈ പറയുന്ന വഴി എന്ന് പറയുമ്പോൾ ഗർഭാറിനുള്ളിൽ ബ്ലോക്ക്സ് വരില്ല, പക്ഷെ ഈ ട്യൂബ്സിൽ ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടായേക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ 1.5 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി നോർമലായിട്ട് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്യൂബിനെ സംശയിക്കണം. ഈ ട്യൂബിൽ പ്രഗ്നൻസി പണ്ട് പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ട്യൂബില് സൈഡിൽ സിസ്റ്റും ഒട്ടലൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലും സാധ്യതയുണ്ട് ട്യൂബിന് പ്രോബ്ലം ഉണ്ടാവാൻ. അതിനെ പറ്റി ഒന്ന് നോക്കേണ്ടി വരും. ഈ ട്യൂബ് ഓക്കെ ആണോ എന്ന് അറിയണം. പക്ഷെ ബേസിക് ആയിട്ട് ടെസ്റ്റ് ചോദിച്ചാൽ ഒരു സ്കാൻ ആയാലും, ഒരു പെൽവിക് സ്കാൻ ചെയ്തിട്ട് ഗർഭത്തിന്റെ ഉള്ളിലും ട്യൂബ്സിലൊന്നും പ്രോബ്ലം ഇല്ലല്ലോ, സിസ്റ്റുകളൊന്നും ഇല്ലല്ലോ, മുഴയൊന്നും ഇല്ലല്ലോ എന്നൊന്ന് ചെക്ക് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. ബ്ലഡ് ഷുഗർ ആണ് ആകെ നമ്മൾ നോക്കുന്ന ഏറ്റവും ബേസിക് ടെസ്റ്റ് ഹസ്ബൻഡും വൈഫിനും. ബാക്കിയുള്ള ടെസ്റ്റ് ഒക്കെ അഡീഷണൽ, പ്രത്യേകിച്ച് നിങ്ങൾ അസുഖം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് നോർമൽ പ്രഗ്നൻസി കിട്ടാൻ. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ബ്ലഡ് ടെസ്റ്റും ഇതിലേക്ക് ചേർക്കണം. ഇത്രയും ബേസിക് ടെസ്റ്റ് വെച്ച് നമുക്ക് പ്രഗ്നൻസിക്കുള്ള ബേസിക് എല്ലാ ക്രൈറ്റീരിയയുമായി പ്രഗ്നൻസി ആവാൻ തടസ്സമൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. 3, 4 അല്ലെങ്കിൽ 5, 6 മാസം വരെ നിങ്ങൾക്ക് ശ്രമിക്കാൻ നോർമലായിട്ട്. ഞാൻ ഈ പറയുന്നത് ഒരു നല്ല പ്രായത്തിൽ, വെച്ചാൽ 30-35 വയസ്സിനുള്ളിലുള്ള സ്ത്രീകൾക്ക്. ആണുങ്ങൾക്ക് ഏജ് പ്രശ്നമല്ല, പക്ഷെ സ്ത്രീകളുടെ കാര്യത്തിൽ 30-35 വയസ്സ് വരെ ഉള്ളിലുള്ളവർക്കാണ് ഈ 5-6 മാസം എന്ന് പറയുന്നത്. പക്ഷെ 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവര് കൂടുതൽ കാത്തിരിക്കരുത്. പറ്റാവുന്നതും 1, 2, 3 മാസത്തിനുള്ളിൽ തന്നെ ഒരു തീരുമാനം എടുക്കുക. ഈ ബേസിക് ടെസ്റ്റുകൾ ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രസ് കിട്ടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ എന്തോ മിസ് ചെയ്യുന്നുണ്ട്. അതേ സ്ഥലത്ത് തന്നെ കടന്ന് പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ട പകരം നമ്മൾ അടുത്ത എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് അതും കൂടി ക്ലിയർ ചെയ്യാൻ നോക്കുക. ക്ലിയർ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഹെൽത്തി പ്രഗ്നൻസി കിട്ടും. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഒരു മെക്കാനിസം, നല്ലൊരു അണ്ടം
നല്ലൊരു ബീജമായിട്ട് കണ്ടുമുട്ടിയാൽ നല്ലൊരു ഭ്രൂണം ഉണ്ടാക്കി ഗർഭാറിന്റെ ഉള്ളിലത്തെ നല്ല ലൈനിങ്ങിൽ ഇരുന്നാൽ ഉറപ്പായിട്ടും 10 മാസം കഴിഞ്ഞ് നല്ലൊരു ഹെൽത്തി പ്രഗ്നൻസി, നല്ലൊരു ഹെൽത്തി കുട്ടി നമുക്ക് ഹാപ്പി ആയിട്ട് നമ്മുടെ കയ്യിലിരിപ്പുണ്ടാവും. ഓക്കെ, അപ്പൊ ഇനിയും സംശയങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പൊ ഇനിയും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം, അല്ലെങ്കിൽ ഈ താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിച്ച് അതിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. താങ്ക് യു.